So dear students, next നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലേബർ വെൽഫെയർ ആണ്. ലേബർ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന രണ്ട് സ്മോൾ കൺസെപ്റ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. സോ ഇത് ലേറ്റർ നമുക്ക് എലാബറേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവുകയാണ് ഇവിടെ. ലേബർ വെൽഫെയർ എന്ന് പറയുന്നത് നമുക്കറിയാം ലേബേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന വെൽഫെയർ ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ IR. ദാറ്റ് ഈസ് വെൽഫെയർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതെല്ലാം മൊറൽ, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം വർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലേബർ വെൽഫെയർ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എയിംസ് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസ് വിച്ച് ഹെൽപ്പ് ദ വർക്കേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ് ടു പെർഫോം ദ വർക്ക് ഇൻ ഹെൽത്തി സറൗണ്ടിങ്സ്. സോ നല്ല സറൗണ്ടിങ്സിൽ, ഒരു ഹെൽത്തി സറൗണ്ടിങ്സിൽ വർക്കേഴ്സിന് ദേ ഷുഡ് ബി ഏബിൾ ടു പെർഫോം വെൽ. അവർ എഫിഷ്യൻ്റായിട്ട് അവരുടെ വർക്ക് പെർഫോം ചെയ്യാനായിട്ട് ഇൻഡസ്ട്രി ഷുഡ് പ്രൊവൈഡ് സം ഫെസിലിറ്റീസ് ഓർ അമ്യൂണിറ്റീസ്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസിനെയാണ് നമ്മൾ ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലേബർ വെൽഫെയർ ഷുഡ് പ്രൊവൈഡ് good health and high morale for the workers. Then next is social security. So there are different social security programs for the workers. ഇപ്പോൾ പെൻഷൻ സ്കീംസ്, ഇതെല്ലാം നമ്മൾക്ക് ആക്സിഡൻറ്റ് ബെനിഫിറ്റ്സ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഇതെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ വരുന്നതാണ്. So social security measures എന്ന് പറയുന്നത് provides protection for the workers against sickness, disease and injury arising out of the employment. അപ്പോൾ നമുക്കറിയാം സിക്നസ് കൊണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കുപേഷണൽ ആക്സിഡൻസ് കൊണ്ട് വർക്കേഴ്സിന് they may not be perform their employment or they may not be able to perform their job. സോ അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറീസ് ഓർ ആക്സിഡൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വർക്കിന് പോകാനായിട്ട് പറ്റില്ല. അവരുടെ ഏർണിങ്സ് ഇപ്പോൾ ഡെയിലി വേജ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് അവർക്ക് വേണ്ട ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എയിം ചെയ്യുന്നത്. സോ വർക്ക്മെൻ ആക്ട്, അങ്ങനെ പല ആക്ട്സ് വഴി നമ്മൾക്ക് സോഷ്യൽ സെക്യൂരിറ്റീസ് എൻഷുർ ചെയ്യുന്നുണ്ട്. സോ വർക്കേഴ്സിന് സിക്നസ്, ഡിസീസ്, അതിനുള്ള കാര്യങ്ങൾ കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സമയത്ത് അവർക്ക് വേണ്ട സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് രണ്ട് ടൈപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെൽഫെയർ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 40 ചെറിയൊരു ടോപ്പിക്സ് ആയിട്ട് ഈ രണ്ട് കൺസെപ്റ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും എലാബറേറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് എന്താണെന്ന് പറഞ്ഞിരുന്നാൽ മതി. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി ഓർക്ക് അത് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സമയത്ത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മെഷർ ടു സെക്യൂർ ആൻ ഇൻകം വെൻ ദ ഏർണിംഗ് ഈസ് ഇൻട്രപ്റ്റഡ് ബൈ അൺഎംപ്ലോയ്മെൻറ്റ്. ഏർണിങ്സ് ഇൻട്രപ്റ്റഡ് ആവുന്ന സമയത്ത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. മേ ബി it is interrupted due to unemployment, sickness, accidents, റിട്ടയർമെൻ്റ് ഒക്കെ വരുമ്പോഴാണല്ലോ നമുക്കറിയാം പെൻഷൻ ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലോസ് ഓഫ് ലൈഫ് ടു വിന്നർ, വീട്ടിലെ ജോലിക്ക് പോകുന്ന അംഗം മരണപ്പെട്ടാൽ, അതുപോലെ തന്നെ ഡ്യൂ ടു എക്സെപ്ഷണൽ എക്സ്പെൻഡിച്ചർ ഇൻ കണക്ഷൻ വിത്ത് ദ ബർത്ത്, ഡെത്ത്, മാരേജ് എക്സെട്ര, ഈ സമയങ്ങളിലെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യാൻ PF, ഇതെല്ലാം നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൽ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആയിട്ട് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ IR, ദാറ്റ് ഈസ് പാർട്ടീസ് ടു IR. ദർ ആർ 3 പാർട്ടീസ് ഇൻ IR. നമുക്കറിയാം IR എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് കണക്ഷൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഇറ്റ് ടെൽസ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. സോ IRൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, പണ്ടെല്ലാം ഒരു സിംഗിൾ എംപ്ലോയറിൻ്റെ കീഴിൽ 1-2 എംപ്ലോയീസാണ് വർക്ക് ചെയ്തിരുന്നത്, ഒരു ലാർജ് സ്കെയിൽ ഫാക്ടറി സിസ്റ്റം ഒക്കെ വരുന്നതിന് മുൻപ്. അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു വർക്കറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എംപ്ലോയർ തന്നെ അത് ടാക്കിൾ ചെയ്ത് പോയിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയൽ സിസ്റ്റം വന്നപ്പോൾ ഒരു പർട്ടിക്കുലർ എംപ്ലോയറിൻ്റെ കീഴിൽ തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയായി ഫാക്ടറി സ്റ്റേജ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെ പ്രോബ്ലം ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് അറിയണം എന്നില്ല, അല്ലെങ്കിൽ ഒരു ഓണർക്ക് അറിയണം എന്നില്ല. അവിടെയാണ് നമ്മൾ വർക്കിംഗ് ക്ലാസ്സും ക്യാപിറ്റലിസ്റ്റും അല്ലെങ്കിൽ മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻസൊക്കെ വന്നത്.
അങ്ങനെ വരുമ്പോഴാണ് അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവർ ആ വർക്കേഴ്സിനുള്ള വർക്കിംഗ് കണ്ടീഷൻസിലുള്ള പ്രശ്നങ്ങളായാലും അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായാലും അത് അവരുടെ ഓണേഴ്സിനെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നത്. ശരിക്കും ഇത് ബാക്കപ്പ് ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ്. എന്നിരുന്നാലും നമുക്കറിയാം, നമ്മൾ ട്രേഡ് യൂണിയൻസിനെ ട്രീറ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ട്രേഡ് യൂണിയൻസിനെ കാണുന്നതല്ല, അതിൻ്റെ ഫോർമേഷൻ അങ്ങനെ തന്നെയാണ്. സോ അവരുടെ പ്രോബ്ലംസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കാണാം. നമ്മൾ ടെക്സ്റ്റിൽ ഫസ്റ്റ് 8th പേജിലൊക്കെ നമുക്ക് കാണാം. FW ടൈലർ, ഹെൻറി ഫയോള്, ഇങ്ങനത്തെ ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെയധികം അവരുടെ വർക്കറും ലേബറേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സും തമ്മിലുണ്ടാവേണ്ട കോപ്പറേഷനെ കുറിച്ചൊക്കെ അവർ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ വർക്ക്സിൽ ഒരുപാട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ ആ വർക്കേഴ്സ് ൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരിക്കലും അവർ മാറാൻ പാടില്ല. അതായത് വർക്കേഴ്സിന് വേണ്ട എല്ലാ അതായത് വർക്ക് ചെയ്യാനുള്ള പ്രോപ്പർ കണ്ടീഷൻ, അതുപോലെ വർക്ക് എൻവയോൺമെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുക, അവരുടെ ഹെൽത്ത് ഹൈജീൻ എല്ലാം പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നതാണ്. നമ്മൾ സ്റ്റേജസ് ഇൻ എവല്യൂഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ മെൻഷൻ ചെയ്തപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തതാണ്. അങ്ങനെ വർക്കേഴ്സ് അവരുടെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ ആർഗ്യുമെൻസുമായിട്ട് വരുന്നത്. ട്രേഡ് യൂണിയൻസ് മുന്നിൽ കൊണ്ടുതന്നെ അവർക്ക് ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ റിസൾട്ടായിട്ട് നമ്മൾക്കറിയാം വർക്കേഴ്സും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലോക്കൗട്ട്സ്, അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്സ്, അതുവഴി നമ്മൾക്ക് ഇൻഡസ്ട്രിയൽ പീസ് ഇല്ലാതാവുന്നു. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് 3 പാർട്ടീസിൻ്റെ റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് റേസ് ചെയ്യുന്നത്. സോ ഈ 3 പാർട്ടീസ് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 3 പാർട്ടീസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക എപ്പോഴും. 3 പാർട്ടീസിൽ വരുന്നത് ഒന്നാമത്തത് വർക്കർ, അയാളുടെ ഓർഗനൈസേഷൻ, അതായത് ആൻ എംപ്ലോയി ആൻഡ് ദർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെയാണ് നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് എംപ്ലോയർ ആൻഡ് ദർ ഓർഗനൈസേഷൻ, എംപ്ലോയേഴ്സിൻ്റെ ഓർഗനൈസേഷനും എംപ്ലോയേഴ്സ്. സോ മാനേജ്മെൻറ്റ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗവൺമെൻറ് ആൻഡ് ദെയർ ഗവൺമെൻറ്. ദാറ്റ് ഈസ് ഗവൺമെൻറ്റാണ് ഈ പറയുന്ന 2 പാർട്ടീസിനും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനും വേണ്ടിയിട്ടുള്ള സോഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 3 പാർട്ടീസിൻ്റെയും ഒരു ഇൻ്റർപ്ലേ ആണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റിലേഷനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വർക്കർ ആൻഡ് ദെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആരാന്ന് നോക്കാം. ദാറ്റ് ഈസ് നമുക്കറിയാം ഒരു വർക്കറിൻ്റെ കൾച്ചർ, ദ കൾച്ചർ, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, സ്കിൽ, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം തന്നെ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ ബാധിക്കുന്ന കൺസെപ്റ്റുകളാണ്. ഒരു വർക്കർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, അവൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ദെൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് work, whether he is having a positive attitude towards work, ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ആൻഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രേഡ് യൂണിയൻ. ദേ ആർ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഈസ് ഫോംഡ് ഫോർ സേഫ് ഗാർഡിങ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ദ വർക്കർ. സോ വർക്കറിൻ്റെ സോഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അവന് അഡിക്വേറ്റ് ആയിട്ടുള്ള വേജസ്, പ്രോപ്പർ പേയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ബോണസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ഒരു ഹൈജീനിക് ആയിട്ടുള്ള വർക്കിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ല വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, വർക്കറിൻ്റെ എബിലിറ്റിയെ അതല്ലെങ്കിൽ അവന് വേണ്ട മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ സോഷ്യൽ ബെനഫിറ്റ്സിൽ വരുന്നത്. അവന് നല്ല അവൻ്റെ മക്കൾക്കുള്ള റിക്രിയേഷൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ചില ഫേംസ് ഇപ്പോൾ ഫാക്ട് പോലുള്ള ഓർഗനൈസേഷനൊക്കെ നിങ്ങൾക്കറിയാം അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഫെസിലിറ്റീസ്, സ്കൂളിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രഷ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈബ്രറി ഫെസിലിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ഇതിൽ വരുന്നത്. അവനൊരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവൻ്റെ സൊസൈറ്റിയിൽ ലീഡ് ചെയ്യാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒബ്ജക്റ്റീവ്സാണ്.
സോ ഇതെല്ലാം ഒരു എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാനും അതല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റ്സ് വർക്കേഴ്സിൻ്റെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടീസ് ടു ദ IR എന്ന് പറയുന്നത് എംപ്ലോയർ ആൻഡ് ദർ ഓർഗനൈസേഷനാണ്. ദാറ്റ് ഈസ് എംപ്ലോയേഴ്സ് ചെയ്യുന്നത് ദേ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു ദ വർക്കർ ആൻഡ് റെഗുലേറ്റ് ദ ബിഹേവിയർ ബൈ എൻഫോഴ്സിങ് ലേബർ ലോസ്. നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനിലും ലേബർ ലോസ് ഉണ്ടാവും. ദർ വിൽ ബി സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ കണ്ടക്ടിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ലോസ് ആയിരിക്കും നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഒരു എംപ്ലോയർ ആ ലേബർ ലോസ് എൻഫോഴ്സ് ചെയ്തുകൊണ്ട് ആ വർക്കേഴ്സിന് അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയും അവൻ്റെ ബിഹേവിയറിനെ അവിടെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് അറൈസസ് ഓൺ ഓഫറിംഗ് ലോ എക്കണോമിക് ആൻഡ് അതർ ബെനിഫിറ്റ്സ് ടു ദ എംപ്ലോയീസ്. എപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ അൺട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പീസ് ഇല്ലാതെ വരുന്നത് എപ്പോഴും ഒരു വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ട ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പോഴാണ്. ആൻഡ് ടു ഇൻക്രീസ് ദ ബാർഗെയിനിങ് പവർ ഓഫ് ദ എംപ്ലോയേഴ്സ് ഹാവ് എംപ്ലോയേഴ്സ് അസോസിയേഷൻ. സോ അവർക്ക് എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കാനായിട്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ എംപ്ലോയേഴ്സിനും അസോസിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് എംപ്ലോയേഴ്സിനും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓണേഴ്സിനും ഉണ്ടാവും. ട്രേഡ് യൂണിയൻ പോലെ തന്നെ അവരുടെയും അസോസിയേഷൻസ് ഉണ്ട്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ബാർഗെയിനിങ് പവർ ഈ പറയുന്ന 3 പാർട്ടീസിനും ഇരുന്നുകൊണ്ട് ബാർഗെയിനിങ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 3 പാർട്ടീസും ഒരുമിച്ചിരുന്നുകൊണ്ട് നടത്തുന്ന ബാർഗെയിനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഈ ബാർഗെയിനിങ് പ്രോസസ്സിൽ അവർക്ക് വേണ്ടി വോയിസ് റേസ് ചെയ്യുന്നത് ഈ എംപ്ലോയർ ഓർഗനൈസേഷൻസ് ആയിരിക്കും. ആൻഡ് ദീസ് അസോസിയേഷൻ പുട്ട് പ്രഷർ ഓൺ ദ വർക്കേഴ്സ് യൂണിയൻ ആൻഡ് ഗവൺമെൻറ്. സോ ഈ 3 പാർട്ടീസും കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഡിസ്കഷൻ ഇരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി വോയിസ് റേസ് ചെയ്യുന്നത് എംപ്ലോയേഴ്സിന് വേണ്ടി വോയിസ് റേസ് ചെയ്യുന്നത് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഇനി തേർഡ് വൺ, ദാറ്റ് ഈസ് ഗവൺമെൻറ്. ഒരു മേജർ ഫാക്ടറാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഫാക്ടർ. ദാറ്റ് ഈസ് ഇറ്റ് ആക്ട് ആസ് എ റെഗുലേറ്റർ ഓർ ജഡ്ജ് ആൻഡ് കീപ്പ് ആൻ ഐ ഓൺ ബോത്ത് ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ. സോ ട്രേഡ് യൂണിയൻ്റെ മുകളിലും അതുപോലെ എംപ്ലോയേഴ്സ് ഓർഗനൈസേഷനും അവരെ രണ്ടിനെയും റെഗുലേറ്റ് ചെയ്യുന്ന അവരുടെ രണ്ടുപേരുടെയും ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. സോ നമുക്കറിയാം ഗവൺമെൻറ് റോൾ എന്താണെന്ന് നമുക്കറിയാം. വർക്കേഴ്സിന് വേണ്ടിയും എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടും വേണ്ട ലോസ് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ലോസ് ഉണ്ട്, ലേബർ ലോസ് ഉണ്ട്. ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ്, വർക്ക്മെൻ കോമ്പൻസേഷൻ, ഈ പറയും ഫാക്ടറീസ് ആക്ട്, ഇങ്ങനെയുള്ള ആക്ടുകളെല്ലാം എൻഫോഴ്സ് ചെയ്യും. ഈ പറയുന്ന ആക്ടുകളിൽ പറയുന്ന ലോസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ഗവൺമെൻറ് ബോഡി അല്ലെങ്കിൽ ഒഫീഷ്യൽ ബോഡീസ് ആണ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് അത് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് വർക്കേഴ്സിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്ത് ടാക്കിൾ ചെയ്യുന്നത് ഗവൺമെൻറ് ബോഡീസ് ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന 3 പാർട്ടീസിൻ്റെയും ഒരു ഇൻ്റർപ്ലേ ആണ് നമ്മൾ IR എന്ന് പറയുന്നത്. ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് പാർട്ടീസ് ഇൻ ദ IR. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 3 പാർട്ടീസും ആരാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് IR ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് IR എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പല ആംഗിൾസിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് IR മെൻഷൻ ചെയ്യുന്നുണ്ട്. പല ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പല പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് IR മെൻഷൻ ചെയ്യുന്നുണ്ട്. പേജ് നമ്പർ 24 കിടക്കുന്നുണ്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ടെക്സ്റ്റിൽ പല ആംഗിളിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം സമ്മറൈസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്കറിയാം IR എന്താണെന്നും IRലെ പാർട്ടീസ് എന്താണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഒബ്ജക്റ്റീവ്സ് സമ്മറൈസ് ചെയ്ത ഒബ്ജക്റ്റീവ് പോയിൻറ്റ്സ് ആണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിൽ നിങ്ങൾ ആ പോർഷൻ എടുത്ത് വായിക്കുക, തറവായിട്ട് വായിക്കുക. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സിൻ്റെ എലാബറേറ്റഡ് അതിലുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാം പിന്നെയും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് സമ്മറൈസ് ചെയ്ത് പോയിൻറ്റ്സ് ഇട്ടിരിക്കുന്നത്.
ഈ പോയിൻറ്റ്സിൻ്റെ എലാബറേഷനാണ് നമുക്ക് ടെക്സ്റ്റിൽ കാണുന്നത്. അപ്പോൾ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, ഈ പോയിൻറ്റ്സ് വായിച്ച് അതിൻ്റെ മീനിങ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സിമ്പിൾ പോയിൻറ്റ്സ് ആണ്. സോ ഇതിൽ ഫസ്റ്റ് പോയിൻറ്റ് പറയുന്നത് ടു പ്രൊമോട്ട് ദ ഹെൽത്തി ലേബർ മാനേജ്മെൻറ്റ് റിലേഷൻ. ഒരു നല്ല മാസ്റ്റർ സെർവൻറ്റ് റിലേഷൻ അല്ലെങ്കിൽ ലേബറേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IRൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടു മെയിൻറ്റെയിൻ ദ ഇൻഡസ്ട്രിയൽ പേസ്. ഇൻഡസ്ട്രിയൽ പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മേളിൽ പറഞ്ഞ പോലെ ഒരു നല്ല റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും ലേബറേഴ്സും തമ്മിലുണ്ടെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ ഹെൽത്തി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ ഇൻഡസ്ട്രിയൽ പീസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. ആ ഫേമിൻ്റെ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പീസ്ഫുള്ളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ദാറ്റ് ഈസ് വി ആർ ഗിവിങ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ബോത്ത് മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്. ദാറ്റ് ഈസ് മാസ്റ്റർ സെർവൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും ഇല്ലാതെ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ലേബർ മാനേജ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവാനായിട്ട്, അതാണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവർക്ക് വേണ്ട വാല്യൂ കൊടുക്കുക, മാനേജ്മെൻറ്റ് അവരുടെ ലേബറേഴ്സിന് വേണ്ട വാല്യൂ കൊടുക്കുക, അവരുടെ വർക്കിനുള്ള വാല്യൂ കൊടുക്കുക. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ വാല്യൂ ചെയ്യാനായിട്ട് ലേബറേഴ്സും ശ്രമിക്കുക. And we can create the industrial democracy. Then next we have to minimize the labor turnover and absenteeism. So നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് IR ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ലേബറേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഉണ്ടാകുന്നത് വഴി വി ക്യാൻ റിഡ്യൂസ് ദ ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വർക്ക് കളഞ്ഞു പോവുക, ഡ്രോപ്പ് ചെയ്ത് പോവുക എന്നാണ് ലേബർ ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള ആബ്സെൻറ്റീസം ഒഴിവാക്കാനായിട്ട് സാധിക്കും. വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ വർക്കേഴ്സ് റെഗുലറായിട്ട് ആബ്സെൻറ്റിസം കാണിക്കും. സോ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു IR. ദെൻ നെക്സ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട്, വർക്കേഴ്സിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മൊറയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും, വർക്കേഴ്സിൻ്റെ മൊറയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ടു ചെക്ക് ദ ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്. ദാറ്റ് ഈസ് നമുക്ക് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നല്ല IR എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫെസിലിറ്റേറ്റ് ദ ഗവൺമെൻറ് കൺട്രോൾ ഓവർ ദ ഇൻഡസ്ട്രീസ്. സോ ഇൻഡസ്ട്രീസിന് മുകളിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഗവൺമെൻറ് ലോസ് എൻഫോഴ്സ് ചെയ്യുന്നതും ഗവൺമെൻറ് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ. സോ നല്ല ഗവൺമെൻറ് കൺട്രോളിങ് മെഷേഴ്സ് കൊണ്ടുവരാനായിട്ട് നമ്മൾ IR ഹെൽപ്പ് ചെയ്യുന്നു. വി ക്യാൻ കീപ്പ് എ ഗുഡ് relationship with the government officials or government departments. ആൻഡ് നമുക്കറിയാം ഒരുപാട് ഗവൺമെൻറ് പ്രോഗ്രാംസ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ളത് ഗവൺമെൻറ് മെഷേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റുമായിട്ട് നല്ല ടൈപ്പിലിരിക്കുക, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് നല്ല ടൈപ്പിലിരിക്കണമെങ്കിൽ ഒരു നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ നമ്മളുടെ ഫേമിന് ഉണ്ടാവണം. ഒരു നെഗറ്റീവ് അഭിപ്രായമാണ് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് എപ്പോഴും വരുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. IR ഉണ്ടെന്ന് നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ അപ്പോൾ പരമാവധി വർക്കേഴ്സിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ വി ക്യാൻ ഫെസിലിറ്റേറ്റ് ദിസ് ഗവൺമെൻറ് കൺട്രോൾ ഇൻ ദ നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ നല്ല ലേബർ ലോസ് നല്ല രീതിയിൽ നമ്മളെ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾസ് അവിടെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ നല്ലൊരു IR ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു IR എന്ന് ഒരു ഒബ്ജക്റ്റീവായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ നല്ലൊരു IR ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ IR എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സാണ് അതുകൊണ്ട് ആ ഒരു ഫേമിൽ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക. പല പോയിൻറ്റ്സ് റിപ്പീറ്റായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും പോയിൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. താങ്ക് യു.